എല്ലാവർക്കും ബിജാൻപൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനിലാണ് കേട്ടോ. ഇതാ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയുന്നത് നിങ്ങൾക്ക് സ്വിഫ്റ്റ് ഡീലക്സിൻ്റെ ഉള്ളിലാണ്. സ്വിഫ്റ്റ് ഡീലക്സ് ഏതെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടുപോലെ തന്നെ നിലമ്പൂർ ബാംഗ്ലൂർ സ്വിഫ്റ്റ് ഡീലക്സിൻ്റെ ഉള്ളിലാണ്. എനിക്ക് ഈ നിലമ്പൂർ ബാംഗ്ലൂർ സർവീസിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്നെ KSRTCയിലേക്കും അതുപോലെ ബസ് വാനിങ്ങിലേക്കും അടുപ്പിച്ച ഒരു സർവീസാണ് നിലമ്പൂരിൻ്റെ ബാംഗ്ലൂർ സർവീസ് ഉള്ളത്. അതിന് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ KSRTC ഫാനിങ് ആരംഭിച്ചത്. ഇതിനു മുന്നേ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്വിഫ്റ്റിൻ്റെ ഡീലക്സിൽ യാത്ര ചെയ്തിട്ട് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതാ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ അന്ന് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് പോകുന്ന വഴിക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അവിടെ ഒരു 2-3 മണിക്കൂർ നമ്മൾ നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം വണ്ടിക്ക് നൈറ്റ് പാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഫെബ്രുവരി 10 രാത്രിയാണ്. ഇന്ന് രാത്രി മുതൽ നിലമ്പൂർ ബാംഗ്ലൂർ സർവീസിന് ബാംഗ്ലൂർ നിലമ്പൂർ റൂട്ടിലേക്ക് നൈറ്റ് പാസ് അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. തോമസ് ചാണ്ടി അവറുകൾ ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്താണ് നിലമ്പൂരിൻ്റെ പാസ് പാലാ ഡിപ്പോയ്ക്ക് വേണ്ടി കൈമാറിയത്. നിലമ്പൂർ വഴി ഓടിക്കൊണ്ടിരിക്കുന്ന പാലാ ഡിപ്പോയ്ക്ക് വേണ്ടി കൈമാറിയത്. അന്ന് നിലമ്പൂരുള്ളവരും അതുപോലെ ബാംഗ്ലൂരിലുള്ള നിലമ്പൂർ നിവാസികളെല്ലാവരും പ്രതിഷേധിച്ചെങ്കിലും KSRTC പറഞ്ഞൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ ഡിപ്പോയും ഒരുപോലെയാണ്, അതുകൊണ്ട് പാസ് ഞങ്ങൾ എവിടെ കൊടുക്കുമെന്ന് അവർ തീരുമാനിക്കുമെന്നാണ് നമ്മോടൊക്കെ പറഞ്ഞൊരു ഉത്തരം. പക്ഷേ പാസ് എപ്പോഴും ആവശ്യമുള്ളത് ബന്ദിപ്പൂരിനോട് അടുത്ത് കിടക്കുന്ന കേരളത്തിലെ ജില്ലകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാസ് കോടതി അനുവദിച്ചിട്ടുള്ളത്. അവരുടെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് വേറെ പോകാൻ ഓപ്ഷനില്ല. കോഴിക്കോട്, മലപ്പുറം, വയനാട് ആ ഒരു ഏരിയയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നൈറ്റ് പാസ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ KSRTC നൈറ്റ് പാസ് ഉപയോഗിച്ചിരുന്നത് ലോങ് സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലമ്പൂരിൻ്റെ ഡീലക്സ് ബസ്സിന് മെയിൻ്റനൻസ് ചെയ്യാൻ സമയമില്ലാത്ത വന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം നൈറ്റ് പാസ് തിരിച്ച് നിലമ്പൂർ ഡിപ്പോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. തൃശ്ശൂരിൻ്റെ പെർമിറ്റിൽ ഇരിങ്ങാലക്കുട യൂസ് ചെയ്യുന്ന നൈറ്റ് പാസ്സാണ് ഇപ്പോൾ നിലമ്പൂരിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. അതെന്തായാലും നമുക്ക് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇരിങ്ങാലക്കുട വണ്ടി ഇപ്പോൾ ലേറ്റായിട്ടാവും ഇരിങ്ങാലക്കുട ഡിപ്പോയിലേക്ക് എത്തുക. ഞങ്ങൾക്ക് നിലമ്പൂർ നിവാസി എന്ന നിലയ്ക്ക് നിലമ്പൂരുകാർക്കും വേണ്ടിയിരുന്നത് കൊടുത്തിരുന്ന പാലാ ഡിപ്പോയുടെ പാസ്സാണ് നമുക്ക് നിലമ്പൂർ ഡിപ്പോയ്ക്ക് വേണ്ടി തിരിച്ചു തരേണ്ടിരുന്നത്. കാരണം പാലാ ബസ്സിൽ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുന്ന ആരും നിലമ്പൂർ വഴി പോകാൻ ആഗ്രഹിക്കില്ല. കാരണം അവർക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് സേലം വഴി പോകാന്നുള്ളതാണ്. പാലാ ബസ് സേലം വഴി ഓടിച്ചിട്ട് ആ പാസ് തിരിച്ച് നിലമ്പൂർ റൂട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരാവശ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പലരും തയ്യാറാവുന്നില്ല. ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് കൊണ്ടാണ് ആ കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമാകാതെ വരുന്നത്. പാലായ്ക്കൊന്നെങ്കിലും ഒരു സേലം വഴി ഓടിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ ബാംഗ്ലൂരിൽ നിൽക്കാം. എന്നാലും ആ നൈറ്റ് പാസ് വെറുതെ പോയില്ല. നിലമ്പൂർ ബാംഗ്ലൂർ സർവീസ് നടത്തുന്നത് ഒരൊറ്റ വണ്ടി വെച്ചിട്ട് രാവിലെ പോന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിലാണ് സർവീസ് നടത്തുന്നത്. ആ ഒരൊറ്റ ബസ് വെച്ചിട്ട് രാത്രി കിടന്ന് പോയി അവിടെ എത്തി തിരിച്ചു വരിക എന്നുള്ളത് യാത്രക്കാർക്കൊക്കെ ഇപ്പോൾ വണ്ടി വൈകി ഓടുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഇൻട്രോ കുറച്ച് നീണ്ടുപോയെന്ന് അറിയാം. കാരണം ഈ സർവീസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളിന്നൊരു സന്തോഷത്തിലാണ്. നിലമ്പൂർ നൈറ്റ് പാസ് തിരിച്ചു കിട്ടിയതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു 6 മണിയാകുമ്പോൾ നിലമ്പൂർ എത്തുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് കിടക്കാം. പൊന്നെ സ്റ്റാൻഡ് ഫുള്ള് ജനസാഗരാണ്. ഉള്ള ആൾക്കാരൊക്കെ റോട്ടിലാണ്. സമയം 11 ആകുന്നു. വണ്ടി ട്രാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ കയറാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. പലരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നൈറ്റ് പാസ് കിട്ടിയവരും പലരും അറിഞ്ഞിട്ടില്ല.
എന്താണ് നേരത്തെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാസ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു, അതുകൊണ്ട് വണ്ടി ട്രാക്കിലേക്ക് ഇടാൻ ലേറ്റ് ആയത്. ഇതാണ് കേട്ടോ നൈറ്റ് പാസ്. KS70 to operate service in place of above vehicle. With gather permission to operate service through forest limit during night hours. KL15 125 പെർമിറ്റാണ്, RSC 650. അതിപ്പോൾ ഓടുന്നത് KL15 2316 70 KS70 ഇന്നുപോലെ നിലമ്പൂർ ഡിപ്പോ നൈറ്റ് പാസിൽ ഓടുകയാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് പാസ് കിട്ടിയതിനെ കുറിച്ച് നമ്മുടെ സുമേഷ് ബ്രോ ഡ്രൈവർ എന്താ പറയാനുള്ള ചോദിച്ചതാണ്. എന്താ തോന്നുന്നത്? നൈറ്റ് പാസ് കിട്ടിയാൽ നമുക്ക് ഉപകാരങ്ങളാണുള്ളത്. കാരണം വണ്ടിക്ക് മെയിൻ്റനൻസ് നോക്കാൻ ടൈം കിട്ടില്ലേ. കാരണം 8:45 9 മണിയാവും. നമ്മളൊരു സാധാരണ 11:15 വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തും, കാട് തുറന്നെത്തുന്ന സമയത്ത്. ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാട് പാസ്സായി ചെല്ലുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു 3 മണിക്കൂറോളൊക്കെ വീക്കിലൊക്കെ ഉണ്ടെങ്കിൽ 3 മണിക്കൂർ എന്തായാലും മെയിൻ്റനൻസ് നോക്കാൻ സമയം പോകുന്നുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. വണ്ടി ഫുള്ള് സീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 11 മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ നൈറ്റ് പാസ് വെച്ചുള്ള ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സുമേഷ് ബ്രോ ഓൺ ഡ്രൈവിംഗ് സീറ്റ്, ഷമീർ ബ്രോ ആണ് അടുത്ത ക്രൂ. പുറകിലൂടെ ഉണ്ട്, വണ്ടി നോക്കാൻ പോയിട്ടുണ്ട് ഷമീർ ബ്രോ ഒന്ന്. സാറ്റലൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് എത്താനുള്ള ബ്ലോക്കാണ് കേട്ടത്. നമ്മൾ വണ്ടി 11 മണി കഴിഞ്ഞപ്പോൾ എടുത്താണ്. ഇപ്പോൾ 11:20 മിനിറ്റോളം ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ബ്ലോക്കിലാണ്. വണ്ടി ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ള് ക്യൂ ആണ്. ബ്ലോക്കിൽ നിന്നും വീണ്ടും ബ്ലോക്കിലേക്ക് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ബൈക്കും ആൾക്കാരും ഒക്കെ. ബാംഗ്ലൂർ സിറ്റിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ബാംഗ്ലൂരും മൈസൂരും എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറുന്നുണ്ട്. ടോൾ റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു ബംഗളൂരു മൈസൂരു ഹൈവേ. കണ്ടോ കണ്ടോ? ടോൾ ഗേറ്റ് കിടക്കട്ടെ.
നമ്മുടെ ഒരു ഹരിതരഥം എൻ്റെ അവിടെ കേടായി കിടക്കണല്ലോ. പച്ചവണ്ടി, കോഴിക്കോട് വണ്ടിയാണ്. SRS ആണല്ലോ. SRS ആവാം. അതിനുള്ളിൽ പൂർണിമ. അങ്ങനെ നമ്മൾ ടിപ്പുവിൻ്റെ മണ്ണിലേക്ക് തിരിക്കുക. കാവേരി ഒന്നര ആയപ്പോൾ നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അങ്ങനെ മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചങ്കട്ടുണ്ട് അവിടെ പ്രജീഷ്. ഹായ്, എന്താണ് നൈറ്റ് പാസ് കിട്ടിയതിനെ പറ്റി പറയാനുള്ളത്? പാസ് കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ സർവീസ് അല്ലേ, നമുക്ക് പോയി നോക്കാം. ഈ നേരത്തെ ചിലപ്പോ ഇതുവരെ കാണാത്തൊരു വണ്ടി കണ്ടിട്ട് മൃഗങ്ങൾ കുറച്ച് കൂടുതൽ വന്നാലോ, നോക്കാം. വേഗല്ലേ
ഈ ഒരു ഭാഗത്താണ് പണ്ട് കുറച്ച് മുന്നേ നമ്മുടെ കോട്ടയം ബാംഗ്ലൂർ ഗരുഡ മറിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഈ പാലത്തിനടുത്ത്. നമ്മൾ ഗേറ്റ് പാസ് ചെയ്യാൻ പോവാണ്. വണ്ടികളൊക്കെ കിടക്കാണ്ടില്ല. അപ്പോൾ നമ്മളെ വണ്ടി ഇങ്ങനെ വന്ന് കിടന്നുകൊണ്ടിരുന്നതാണ്. നമുക്ക് കയറിപ്പോവാം. സഞ്ജീവനിച്ചോ സമീർ ഒപ്പിട്ട് കൊടുക്കണം. നമ്മളകത്ത് കയറി. മാനല്ലേ ആ മാനല്ലേ ഞാനാ കല്ലുണ്ടാവും കണ്ടിന് രണ്ടാളെ ഇട്ടൊന്നും കാണില്ലേ. എന്തത് അമാന കേൾക്കലുണ്ടാവും. ഇല്ല ഒരു ക്ലാസ്സില്ല. ഒക്കെ ഫോറസ്റ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. കോട്ടയം ബാംഗ്ലൂർ ഗരുഡ. ഞാനീ കല്ലുണ്ടേ സാധാരണ കരടെ അങ്ങനെയുള്ള വെക്കുക. അതിന്റെ വെളിച്ചത്തിൽ ഇരുട്ട് കാണാൻ കിടക്കുന്നുണ്ട്. അതേ പറഞ്ഞ കരടി ഇവിടുത്തെ കടുവനെ കണ്ടേ. നമ്മള് ബന്ദിപ്പൂര് ക്രോസ് ചെയ്തു. തമിഴ്നാട് ലിമിറ്റ് സ്റ്റാർട്സ്. മുതുമലൈ ടൈഗർ. രണ്ട് കാര്യങ്ങളുണ്ടോ
ക്രൂ ചേഞ്ച് ക്രൂ അതെന്താ സാധനം ക്യാമറ അജിയോ എന്തിന് അതിൽ കിട്ടുമോ മണിയല്ലേ ആ ചെറിയ പാനങ്ങളാ ഊട്ടിയത് മൈസൂർ ഊട്ടി ഐരാവതി നമ്മള് മുതുമല ഫോറസ്റ്റും ക്രോസ് ചെയ്തു. മൃഗങ്ങളെ ഒന്നും കണ്ടില്ല കേട്ടോ. ഞാൻ കിടക്കുക അല്ല അവിടെ അല്ല ഇടക്കിടത്തുമ്പോൾ വിളിക്കണേ ഇടക്കിടത്തുമ്പോൾ വിളിക്കുന്നത് ആ ലൈറ്റൊക്കെ നോക്കില്ലേ കണ്ണ കുട്ടിക്ക് വെച്ച സ്ഥലം അങ്ങോട്ടേക്ക് ഗ്യാപ്പിലായിട്ടില്ല. बराबर ഒരു വീര് പുറത്തുവെച്ചാൽ അതുപോലെ ചെയ്തു ഓക്കെയാണ്. ഇതിന്റെ വേഗത്തിനൊക്കെ അങ്ങനെ നമ്മൾ 6 മണിയായപ്പോൾ നിലമ്പൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ദിവസമാണ് അടുത്ത ലേറ്റ് ആയത് കേട്ടോ. നാളെ തൊട്ട് കുറച്ചുകൂടെ നേരത്തെ എത്തും. ഒരു 5 മണി 5:15 ഒക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് നിലമ്പൂർ ഡിപ്പോയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വണ്ടിക്ക് ഇപ്പോൾ ഇനി 11 മണിക്കാണ് വണ്ടി പുറപ്പെടേണ്ടത്. അപ്പോൾ അത്യാവശ്യം മെയിൻ്റെനൻസ് ഉള്ള സമയം ഇവിടെ കിട്ടും. അതുപോലെ ബാംഗ്ലൂരിലും റെസ്റ്റിനുള്ള സമയം ക്രൂവിന് കിട്ടും. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
അടുത്ത വീഡിയോയുമായിട്ട് കാണാം.